ഹായ്, നമസ്കാരം. മൈ ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മൊബൈലിൽ കണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഓടിയപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന നല്ലൊരു ഓഡിയോ ആയിരുന്നു. അത് ഒരു പൂവൊക്കെ വെച്ചിട്ടില്ല. ആ ഓഡിയോയിൽ പറയുകയാണ്, എപ്പോഴാണ് നമ്മുടെ സങ്കടങ്ങൾക്ക് നമ്മൾ ഗുഡ് ബൈ പറയാൻ പഠിക്കുന്നു, അപ്പോൾ മുതൽ നമ്മൾ ജീവിതം റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സങ്കടം നമ്മളൊന്നും വിചാരിച്ചിട്ട് വരുന്നതല്ല. പല കാര്യങ്ങളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പം നമ്മൾ ഒറ്റ വാക്ക് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ദി സർക്കംസ്റ്റാൻസസ് അല്ലേ. പരിതസ്ഥിതിയുടെ സ്വാധീനത്തിലാണ് നമുക്ക് സങ്കടം വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് സങ്കടം ഉണ്ടാക്കേണ്ട വെച്ചാൽ അതുകൊണ്ട് നമ്മളിങ്ങനെ പലതും ചിന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറിയിട്ടൊക്കെ നമ്മൾ സങ്കടം ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ അല്ലേ. ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഇമോഷണലി സെൻറ്റിമെൻ്റലി നമ്മളിതൊക്കെ കൊള്ളുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരും. പക്ഷേ എത്ര പെട്ടെന്ന് ഇതൊന്ന് നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയും പെട്ടെന്ന് നമ്മൾ റീചാർജ് ചെയ്യാൻ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ലൈഫ് മുന്നോട്ട് കുതിക്കും. അല്ലാതെ നമ്മളെപ്പോഴും എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേര്, ഏത് പ്രശ്നത്തോടെ സാമ്പത്തികമോ മാനസികമോ ശാരീരികവുമായ എന്ത് പ്രശ്നങ്ങളും നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും നമ്മൾ ആവാഹിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അത്രയും തളർന്നു പോകും. നമുക്ക് ജീവിക്കേണ്ടതല്ലേ, സന്തോഷിക്കേണ്ടതല്ലേ, മുന്നോട്ട് കുതിക്കേണ്ടതല്ലേ. അതാണ് ജീവിതം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എത്രയും പെട്ടെന്ന് എന്ത് പ്രശ്നങ്ങളാവട്ടെ അത് സ്വന്തം തന്നെ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ. ഡിപ്പെൻഡൻസി കൂടുമ്പോഴും എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ അത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടും. അയാൾക്ക് ഇന്നത്തെ പ്രശ്നമുണ്ടെന്ന് പിന്നെ അത് വെച്ച് നമുക്ക് അയാളെ പാട്ടിലാക്കാം. തെറ്റൊന്നുമല്ല, പക്ഷേ ഒരു പരിധിവരെ ലോങ് ലൈഫിൽ അതൊക്കെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെന്താ വേണ്ടത്, ഒരു സെൽഫ് സഫിഷ്യൻ്റായിട്ട് മാനസികമായ ഒരു തലം നമ്മൾ തന്നെ ഒരുക്കുക, നമ്മൾ തന്നെ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക, നമ്മളത് തന്നെ നോക്കുക. എടോ, ഇതെൻ്റെ ദിവസമാണ്, ഇനിയുള്ളത് എൻ്റെ ദിവസമാണ്, അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ദിവസം എൻ്റേതാക്കി ഞാൻ മാറ്റും. മറ്റുള്ളവർ എത്രമാത്രം നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും സ്വാധീനിച്ച് നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. അത് സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ ശാരീരികമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും മുന്നേറട്ടെ, ഞാനും കൂടെയുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ നാഴികക്കല്ല് നമ്മൾ കാണുന്നത്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ബൈ ഫ്രം ഉണ്ണീഷ് ഗോപാൽ.